ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയുടെ ബൈസ്റ്റാൻഡറായിട്ട് അലീന നിൽക്കുകയാണ്. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വൈകുന്നേരം അലീന വന്നോളാന്ന് പറയുകയാണ്. അതിന് അലീന കെയർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും വൈജയന്തി കൈയൊക്കെ തട്ടി മാറ്റാണ് കേട്ടോ ദേഷ്യത്തോടു കൂടിയിട്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന സിസ്റ്റർമാർ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ഇവരുടെ മകൾ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുലോചനോട്. കാരണം അവർ കെയർ ചെയ്യുമ്പോൾ വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം സിസ്റ്റർമാർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ വൈജയന്തി ഒരു തരത്തിലും അലീനയോട് അടുക്കുന്നില്ല. പറ്റാവുന്ന രീതിയിൽ കയ്യും തട്ടി മാറ്റിയും തലതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേസമയം വൈകുന്നേരമായിട്ടും അലീനനെ കാണാതാവുമ്പോൾ കൃഷ്ണമോൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അന്നേരം അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ശിവനും രാജീവനും കൂടിയിട്ട് അലീനനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി പുറത്ത് ആൾക്കാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അലീനനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിടിച്ച് കൊണ്ടുപോയി ഒരു ഗോഡൗൺ പോലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം ഒരുപാട് വൈകുന്നേരമായിട്ടും അലീനനെ കാണാതാവുമ്പോൾ ബാലചന്ദ്രനും കൃഷ്ണമോൾക്കും ടെൻഷനാവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ കൃഷ്ണമോളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അലീന വന്നില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഇതുവരെ വന്നിട്ടില്ല, അരമണിക്കൂറിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞതാണെന്ന് പറയുകയാണെ. അങ്ങനെ ഒരുപാട് രാത്രിയാകുമ്പോൾ ആയിട്ടും അലീനനെ കാണുന്നില്ല. ഇവർ തട്ടിക്കൊണ്ടു പോകാനായി ഏൽപ്പിച്ച ആൾക്കാർ ഒരു ഗോഡൗണിൽ അലീനനെ കൊണ്ട് തള്ളിയിരിക്കുകയാണ് കേട്ടോ. മുഖമൊക്കെ മൂടി കൈയൊക്കെ കെട്ടിയിട്ടാണ് അലീനനെ കൊണ്ടൊരു സ്ഥലത്ത് തള്ളുന്നത്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. നാളെ എന്തായാലും ഗംഗാധരൻ എത്തുമായിരിക്കും. അപ്പോൾ ഗംഗാധരൻ എത്തുമ്പോഴായിരിക്കും ഇവർ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.